1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോടെയാണ് ഈ പോരാട്ടങ്ങൾ സംഘടിതവും സുസജ്ജവുമാകുന്നത്. എന്നാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും അധികാരം ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ കൈകളിലെത്തി. ആയുധബലവും ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രവും കൂട്ടിയോജിപ്പിച്ച് ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യയിൽ വേരുറപ്പിച്ചു. അതുകൊണ്ടുതന്നെ പിന്നീട് നടന്ന പോരാട്ടങ്ങൾ ചില കൊള്ളിയാൻ വെട്ടങ്ങൾ മാത്രമായി മാറി. അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് 1921 മലബാർ കലാപം. മുന്നിൽ നിന്നും പിന്നിൽ നിന്നുമുള്ള കുത്തലുകൾ ആ പോരാട്ട പരമ്പരയുടെയും അന്ത്യം കുറിച്ചു. ഇരുപത്തിയൊന്നിലെ കലാപത്തിൻ്റെ ഫലമായിട്ട് വളരെ വിഷമം അനുഭവിക്കുക, ആ വിഷമങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു തരം പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക എന്നൊക്കെ അല്ലാതെ വേറെ ഒന്നും ഉണ്ടായില്ല. പക്ഷേ ആ വിഷമങ്ങളൊക്കെ ചേർന്നിട്ടാണ് ഈ കോൺഗ്രസ് ൻ്റെ രാഷ്ട്രീയമല്ല, മുസ്ലിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടാവണം എന്നുള്ള ആശയത്തിലേക്ക് ഇവിടെ വരുന്നത്. അതായത് ഈ ലീഗിന് പെട്ടെന്ന് ആൾക്കാരുടെ ഇടയിൽ ഒരു സ്വീകാര്യത ഉണ്ടാവാൻ കാരണം ഈ കലാപത്തിൻ്റെ വിഷമങ്ങളൊക്കെ അനുഭവിച്ച ആളുകൾ കൂടി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമല്ല, മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയമാണ് മുസ്ലിങ്ങൾക്ക് ആവശ്യം എന്നുള്ളൊരു അഭിപ്രായം തോന്നിയതുകൊണ്ടാണ്. അനാഥത്വവും നിസ്സഹായതയും കൊണ്ട് വിറങ്ങലിച്ചു നിന്ന ആ ശൂന്യതയിലേക്ക് പുതുവെളിച്ചത്തിൻ്റെ നാരുകൾ കടന്നുവരികയായിരുന്നു. ഗാലൻ കണക്കിന് ചോര ചിന്തിയ ഈ പ്രതിരോധത്തിൻ്റെ മറുവാക്യവുമായാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ മുന്നോട്ട് വന്നത്. ആധുനിക വിദ്യാഭ്യാസത്തിലൂടെയും പുരോഗമനാത്മക രാഷ്ട്രബോധത്തിലൂടെയുമല്ലാതെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മുന്നോട്ടു പോകാനാവില്ലെന്നും ആ മഹാൻ ആണയിട്ടു പറഞ്ഞു. മഹിതമായ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഉടമകളാണ് നമ്മളെന്നും അതിൻ്റെ വീണ്ടെടുപ്പിന് പ്രാപ്തരാകണമെന്നും മുസ്ലിം സമുദായത്തെ അദ്ദേഹം നിരന്തരമായി ഉദ്ബോധിപ്പിച്ചു. ഞാൻ തുടങ്ങിയിടുന്നേ മുസഫിക്കും മുഹല്ലലും മുഹത്തമും നൂറുല്ലാഹ് മുബസ്സിലും മുഹൈമിനും മുഹല്ലിക്കും സഹദുല്ലാഹ്. സ്വന്തം മതവും സംസ്കാരവും ജീവിക്കുന്ന രാജ്യത്ത് നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് രാജ്യത്ത് മുസ്ലിം സമുദായം അന്തസ്സോടുകൂടി നിലനിൽക്കണം എന്ന ആഗ്രഹം സ്വാഭാവികമാണ്. അതിനുള്ള ഉപാധികളിലൊന്നാണ് സമുദായത്തിൻ്റെ രാഷ്ട്രീയ അവകാശങ്ങൾ നേടിയെടുക്കുകയും സമുദായത്തിൻ്റെ രാഷ്ട്രീയമായ പങ്ക് നിർവഹിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് സമുദായം എന്ന ഒരു ആശയം, ഒരു ബോധം എല്ലാവരിലും ഉണ്ടാവുക എന്നുള്ളതാണ് അതിനാദ്യമായിട്ട് ആവശ്യമായിട്ടുള്ളത്. എല്ലാവരും മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളാണ് ഞങ്ങളെന്നും മുസ്ലിം സമുദായം രാജ്യത്ത് നിലനിൽക്കണം എന്നത് ശക്തമായ ഞങ്ങളുടെ ആഗ്രഹമാണെന്നുള്ളൊരു സ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതാണ് ആദ്യമായി ഇതിനുണ്ടാകേണ്ട ഒന്ന്. അപ്പോൾ അത് മുസ്ലിം ലീഗിലൂടെ അല്ലാതെ ഉണ്ടാകാൻ സാധ്യമല്ല എന്ന് ഇന്നത്തെ സാഹചര്യം വെച്ച് പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ എല്ലാ സ്വപ്നങ്ങളും ഒരുപോലെ പൂവണിയുകയില്ല എന്നത് ചരിത്രം നൽകുന്ന പാഠമാണ്. 3 നൂറ്റാണ്ടുകാലം ഇന്ത്യയുടെ ജീവഗ്രന്ഥികളിൽ കടിച്ചു തൂങ്ങിയ സാമ്രാജ്യത്വം അവസാനം ചരിത്രത്തിൻ്റെ നാഡീഞരമ്പുകളെ മുറിച്ചു മാറ്റി ഇന്ത്യ വിഭജിക്കപ്പെട്ടു. ത്തിൻ്റെ വെള്ളി വെളിച്ചത്തോടൊപ്പം ഇന്ത്യയിൽ കണ്ടത് നിരാലംബരുടെ ആർത്തനാദങ്ങളായി. ശവക്കൂനകൾക്ക് മുകളിൽ കഴുകന്മാർ വട്ടമിട്ടു പറക്കുമ്പോൾ നമ്മുടെ തെരുവുകളിൽ ഉണ്ണാനും ഉടുക്കാനുമില്ലാത്ത ഫക്കീറന്മാർ
ഒരു സ്ഥിരം കാഴ്ചയായി. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം സൃഷ്ടിച്ച പ്രശ്നങ്ങൾ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് എത്തിച്ചത്. ഒരു നേതൃത്വമില്ലാത്ത അവസ്ഥ വളരെ പെട്ടെന്ന് തന്നെ വന്നു ചേർന്നത് അതിനെ മറികടക്കുക എളുപ്പമായിരുന്നില്ല. പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നേതൃത്വങ്ങൾ അധികവും പാകിസ്ഥാനിലേക്ക് പോകാനിടയായത് സൃഷ്ടിച്ച ശൂന്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് വിഭജനം അത്ര ഗുരുതരമായി ബാധിച്ചില്ല എന്നതുകൊണ്ടുകൂടി മുസ്ലിം ലീഗിൻ്റെ കെട്ടിപ്പടുക്കൽ താരതമ്യേന എളുപ്പമായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. മലബാർ കലാപത്തിന് ശേഷമുള്ള അന്തരീക്ഷത്തിൽ വർഗീയതയിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ തന്നെ കേരളത്തിൽ പൊതുവിലുണ്ടായിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിലും ഇല്ലാത്ത രീതിയിൽ കേരളത്തിൽ മുസ്ലിം ലീഗ് ആരംഭം മുതൽക്ക് തന്നെ ശക്തി പ്രാപിക്കാനും മൊത്തത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മൊത്തം ഒരു മാതൃകയാവാനും ഇടയായിട്ടുള്ളതെന്ന് തോന്നുന്നു. ഉണരുക, ഉണർന്നെഴുന്നേൽക്കുക, അഭിമാനകരമായ അസ്തിത്വത്തിന് വേണ്ടി പോരാടുക. ആധുനിക ഇന്ത്യ ചരിത്രത്തിലെ ഋഷിതുല്യമായ ഈ സാന്നിധ്യത്തെ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ഖായിദേ മില്ലത്ത് എന്നു വിളിച്ച് നെഞ്ചോട് ചേർത്തു. ഇന്ത്യൻ മുസൽമാനുറ്റ ജമാഅത്ത് സിന്ദാബാദ്, എങ്കൽ കലങ്കാരം മുസ്ലിം ലീഗ് സിന്ദാബാദ്. ഇന്ത്യൻ മുസൽമാനുറ്റ ജമാഅത്ത് സിന്ദാബാദ്, എങ്കൽ കലങ്കാരം മുസ്ലിം ലീഗ് സിന്ദാബാദ്. പാലിച്ചൊരു ദാസ്യം തുരത്താൻ സിംഹസമാനം, പോരാടി മുസൽമാൻ പരിരക്ഷിച്ചഭിമാനം. പാലിച്ചൊരു ദാസ്യം തുരത്താൻ സിംഹസമാനം, പോരാടി മുസൽമാൻ പരിരക്ഷിച്ചഭിമാനം. 1948 മാർച്ച് 10 മദ്രാസിലെ രാജാജി ഹാൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ പിറവിക്ക് സാക്ഷിയായി. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ